ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബഹ്റൈനിൽ കോവിഡ് പോസിറ്റീവായ 5 പേരിൽ നിന്ന് രോഗം പകർന്നത് കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടെ 52 പേർക്ക്. ഫെബ്രുവരി 4 മുതൽ 10 വരെയുള്ള സമ്പർക്ക പട്ടിക പരിശോധനയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. റാൻഡം പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ച 42-കാരനായ പ്രവാസിയുടെ സമ്പർക്ക പരിശോധനയിൽ ഇയാളിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കം വഴി 4 പേർക്ക് രോഗം പകർന്നതായി കണ്ടെത്തി. ഒരേ താമസ സ്ഥലത്തുള്ള സഹപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ഇക്കൂട്ടത്തിലെ ഒരാളിൽ നിന്ന് മറ്റ് 11 പേർക്ക് കൂടി രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചു. ഇതോടെ ഈ ക്ലസ്റ്ററിൽ ആകെ 15 പേരാണ് രോഗബാധിതരായി കണ്ടെത്തിയത്. സൗദി അറേബ്യയിൽ 353 പേർക്ക് കൂടി പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 305 രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,72,073 ആയി. ഇതിൽ 3,62,947 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,424 ആയി. 2,702 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 447 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.6% ഉയർന്നു. മരണനിരക്ക് ഇപ്പോഴും 1.7%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇപ്രകാരമാണ്. റിയാദ് 168, കിഴക്കൻ പ്രവിശ്യ 87, മക്ക 37, മദീന 14, അൽ ഖസീം 13, അൽബാഹ 6, അസീർ 6, ഹായിൽ 6, അൽജഫ് 5, ജീസാൻ 4, നജ്റാൻ 4, തബൂക്ക് 4, വടക്കൻ അതിർത്തി മേഖല 2. യുഎഇയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 1000-ന് മുകളിൽ തന്നെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുഎഇയിൽ കഴിഞ്ഞ ദിവസം 3,307 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 3,404 പേർ രോഗമുക്തിയും നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12 മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 1,64,551 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയിട്ടുള്ളത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 3,42,974 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 3,23,191 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. 986 മരണങ്ങൾ ഇതുവരെ സംഭവിച്ചു. നിലവിൽ 18,797 കോവിഡ് രോഗികൾ യുഎഇയിൽ ഉണ്ട്. 2.77 കോടി കോവിഡ് പരിശോധനകളാണ് ഇക്കാലയളവിൽ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും സൗദിയിൽ പ്രവേശനാനുമതി ഉള്ളതായി ദേശീയ വിമാന കമ്പനിയായ സൗദിയ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ് പ്രവേശനാനുമതി ഉള്ളത്. ആരോഗ്യ പ്രവർത്തകനൊപ്പം യാത്ര ചെയ്യുന്ന ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമല്ലാതെ യാത്ര ചെയ്യുന്ന ഭാര്യയ്ക്കും മക്കൾക്കും രാജ്യത്തേക്ക് പ്രവേശനാനുമതി ലഭിക്കും. ആരോഗ്യ പ്രവർത്തകരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും കുടുംബ ബന്ധം സ്ഥിരീകരിക്കുന്ന രേഖകളും ഇവർ ഹാജരാക്കണമെന്നും സൗദിയ വ്യക്തമാക്കി. പ്രൊഫഷണലുകളെയും മികച്ച വിദ്യാർത്ഥികളെയും കഴിവുള്ളവരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൃഹത് പദ്ധതികളുമായി അബുദാബി രംഗത്തെത്തിയിരിക്കുകയാണ്. സാംസ്കാരികം, ആരോഗ്യം, ഗവേഷണം, വികസനം, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലേക്ക് സംരംഭകർ, നിക്ഷേപകർ എന്നിവരെ ആകർഷിക്കുന്നതിന് ദീർഘകാല വിസയും പൗരത്വവും നൽകാൻ ഒരുങ്ങുകയാണ് അബുദാബി എമിറേറ്റിന്റെ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദേശ പൗരന്മാർക്ക് പൗരത്വം നൽകുമെന്ന് യുഎഇ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അബുദാബിയുടെ തീരുമാനമെന്നാണ് വിലയിരുത്തൽ. കഴിവുള്ള പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, സംരംഭകർ തുടങ്ങിയവർക്ക് കുടുംബത്തോടൊപ്പം തന്നെ ഇവിടെ താമസിക്കാം എന്നതാണ് അബുദാബിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. അക്കാദമിക് തലത്തിൽ മികവ് തെളിയിച്ചവരെയും പുരാവസ്തു ഗവേഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബനിയാസ്, അൽ ഐനിലെ അൽ ആമിറ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കി. സുരക്ഷാ നടപടികൾ ഊർജിതമാക്കി പ്രദേശത്തെ മുഴുവൻ പേർക്കും പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പരിശോധനാ ക്യാമ്പയിനോട് സഹകരിക്കണമെന്ന്, സാധ്യമായവരെല്ലാം കോവിഡ് വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യ വകുപ്പ് അഭ്യർത്ഥിക്കുകയുണ്ടായി. സൗദി അറേബ്യയിലെ 8 പള്ളികൾ കൂടി താൽക്കാലികമായി അടയ്ക്കുകയുണ്ടായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ അടച്ചിട്ട മൊത്തം പള്ളികളുടെ എണ്ണം 52 ഉയർന്നു. സൗദി പ്രസ് ഏജൻസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്ലാമിക അഫയേഴ്സ് ഗൈഡൻസ് മന്ത്രാലയം മൊത്തം 52 പള്ളികളിൽ 38 അണുവിമുക്തമാക്കിയ ശേഷം വീണ്ടും തുറന്നതായും സന്ദർശകരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായും വ്യക്തമാക്കി. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ച് കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് പുറത്തു പോകുന്നവർ തിരിച്ചെത്തുമ്പോൾ തന്നെ ക്വാറന്റീനുള്ള ഹോട്ടൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. അറബ്
പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം 21 മുതൽ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നവർക്കാണ് 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള ചെലവ് യാത്രക്കാർ തന്നെ വഹിക്കേണ്ടി വരും. കോവിഡ് കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ 2 തീവ്രപരിചരണ വാർഡുകൾ കൂടി സജ്ജീകരിച്ചു. പ്രതിദിനം 30ഓളം രോഗികളെ സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാനാണ് ജാബിർ ആശുപത്രിയിൽ 2 വാർഡുകൾ കൂടി സ്ഥാപിച്ചത്. ഷൈഖ് ജാബിർ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ നാദിൽ അൽ അവാദിയാണ് ഇക്കാര്യം അറിയിച്ചത്. തീവ്രപരിചരണ രോഗികളിൽ കൂടുതലും പ്രായമായവരും മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമാണെന്നും മിക്ക പേരുടെയും നില ഗുരുതരമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നിലവിൽ 1021 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. അണുബാധ നിരക്ക് ഇരട്ടിയാകുന്നതും കൂടുതൽ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും മറ്റൊരു വൈറൽ തരംഗത്തിന്റെ സൂചനയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഒമാനിൽ കോവിഡ് സാഹചര്യത്തിൽ റെസ്റ്റോറന്റുകൾക്കും കഫേകൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പൈതൃക ടൂറിസം മന്ത്രാലയം പുറത്തിറക്കി. ഹോട്ടലുകളും കഫേകളും 50% ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കാൻ പാടുള്ളത്. റെസ്റ്റോറന്റുകളിലും കഫേകളിലും മുൻകരുതൽ നടപടി പാലിച്ചു വേണം ബുഫേ സംവിധാനം ഒരുക്കേണ്ടത്. ഹോട്ടലുകളിൽ പ്രവേശന കവാടങ്ങൾ കുറയ്ക്കണമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നു. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പ്രധാന കവാടത്തിൽ പ്രദർശിപ്പിക്കണം. ജീവനക്കാരുടെയും അതിഥികളുടെയും താപനില പരിശോധിക്കണം. അതിഥികളും റിസപ്ഷനിസ്റ്റും തമ്മിൽ 2 മീറ്റർ അകലം ഉറപ്പാക്കണം. ഹോട്ടലുകൾ ഹൗസ് കീപ്പിംഗ് പുറം കരാർ നൽകിയിരിക്കുന്നവരാണെങ്കിൽ ജീവനക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ഇവരെ ഒരു ഹോട്ടലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പാടുള്ളതല്ല. ദുബായ് വഴിയുള്ള പ്രവേശനം താൽക്കാലികമായി മുടങ്ങിയെങ്കിലും ഒമാൻ വഴി സൗദിയിലേക്ക് ഇന്ത്യക്കാർ ഇപ്പോഴും പ്രവേശിക്കുന്നതായി ട്രാവൽ മേഖലയിലുള്ളവർ അറിയിച്ചു. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ഒമാനിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ പ്രവാസികൾ സൗദിയിലേക്ക് പ്രവേശിച്ചതായി കോട്ടക്കൽ ഖൈർ ട്രാവൽസ് മാനേജർ ബഷീർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും UAE-യിൽ നിന്നും സൗദിയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒമാൻ വഴി ഇന്ത്യക്കാർക്ക് യാത്ര സാധ്യമാകുമോ എന്ന ആശങ്കയ്ക്ക് ഇതോടെ അവസാനമായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.